ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ അവസാനിക്കും. അത് ഏകദേശം ഉറപ്പായി. ഹമാസ് മുഴുവൻ ബന്ദികളെയും കൈമാറണം എന്നതാണ് ഇപ്പോൾ ട്രംപിന്റെ ആവശ്യം. ട്രംപിന്റെ ആവശ്യം ഇസ്രായേൽ സ്വാഭാവികമായും ഏറ്റെടുത്തിരിക്കുന്നു. മുഴുവൻ ബന്ദികളെയും ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് കൈമാറിയില്ലെങ്കിൽ ഗസയിൽ ആക്രമണം തുടരും എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേൽ. യുദ്ധപ്രിയനായ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അനിവാര്യമാണ്. നെതന്യാഹു കരയുദ്ധത്തിൽ ഹമാസിനോട് തോക്കുന്ന സാഹചര്യം വന്നപ്പോൾ ഒന്ന് വെടിനിർത്തലിന് തയ്യാറായതാണ് എന്ന് വേണം കരുതാൻ. ഈ ജൂതന്മാർ ചതിക്കും. ജൂതന്മാരുടെ ചതി എന്തെന്ന് ഹമാസ് നേരത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു യുദ്ധത്തിന് തങ്ങളും റെഡി ആണെന്ന്. മാത്രമല്ല ഹിസ്ബുള്ളയും ഹൂത്തികളും യുദ്ധ രംഗത്തേക്ക് വരാൻ തയ്യാറായി കഴിഞ്ഞു. ഹമാസിനെ ഞായറാഴ്ച മുതൽ ആക്രമിച്ചു തുടങ്ങും, അല്ലെങ്കിൽ ഗസയിൽ ഞായറാഴ്ച മുതൽ ആക്രമണം തുടങ്ങും എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അങ്ങനെ ആക്രമണം തുടങ്ങിയാൽ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നു. മറുഭാഗത്ത് ചെങ്കടലിൽ പണ്ടത്തെ പോലെ അമേരിക്കൻ പടക്കപ്പലുകൾക്കും നാറ്റോ രാജ്യങ്ങളുടെ പടക്കപ്പലുകൾക്കും നേരെയുള്ള ആക്രമണം തുടരാൻ ഹൂത്തികളും തീരുമാനിച്ചിരിക്കുന്നു. ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസിനോടൊപ്പം യുദ്ധത്തിന് റെഡിയായി നിൽക്കുന്നു. എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് റഷ്യയാണ്. റഷ്യ ഏത് തരത്തിലുള്ള സമീപനമാകും ഈ സംഘർഷത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമാണ്. റഷ്യ ലോകത്തിലെ 2ാം നമ്പർ ശക്തിയാണ്. അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അണ്വായുധങ്ങളും അത്യന്താധുനിക ആയുധങ്ങളും ഒക്കെയുള്ള രാജ്യമാണ്. ഉക്രൈൻ യുദ്ധത്തിലൂടെ അവർ അവരുടെ ആയുധങ്ങളുടെ ശക്തി ലോകത്തെ അറിയിച്ചു കഴിഞ്ഞു. അവർ എങ്ങനെ ഇതിലേക്ക് ഇടപെടും, ഈ യുദ്ധത്തിൽ എങ്ങനെ ഇടപെടും എന്നുള്ളതാണ് ലോകമെമ്പാടും ഉറ്റുനോക്കുന്നത്. ഇറാനെ റഷ്യ സംരക്ഷിക്കുമെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാന് ആണവായുധങ്ങൾ നൽകുമെന്നും ആണവായുധങ്ങൾ ഇറാനെ വികസിപ്പിക്കാൻ ഇറാനെ സഹായിക്കുമെന്നും ഒക്കെ അവർ പറഞ്ഞു. മാത്രമല്ല അവരുടെ അത്യന്താധുനിക പോർവിമാനങ്ങൾ ഇറാന് നൽകുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ലോകം 2 ചേരിയിലായി മാറിയിരിക്കുന്നു. ഞായറാഴ്ച മുതൽ, ശനിയാഴ്ച ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ ഞായറാഴ്ച മുതൽ ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങും. അതാണ് സത്യം. അതിനെ ചെറുക്കാൻ ഹമാസ് റെഡിയാണ്. ആക്രമണം ഇസ്രായേൽ ഹമാസിന് മേൽ നടത്തുമ്പോൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കും ആവില്ല. അവർ അവരുടേതായ തുരുത്തിൽ നിന്ന്, അവരുടേതായ തട്ടക്കത്തിൽ നിന്ന് ഇസ്രായേലിനെതിരെ യുദ്ധവും ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ ലോക യുദ്ധക്രമത്തിന്റെ രീതി. യഥാർത്ഥത്തിൽ വെടിനിർത്തൽ എന്നുള്ളത് ഇസ്രായേലും അമേരിക്കയും ഹമാസിനൊരുക്കിയ ഒരു ചതിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വെടിനിർത്തൽ അവർ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ വെടിനിർത്തണം എന്നത് ലോകരാജ്യങ്ങളെ അറിയിക്കണമായിരുന്നു. അതിനുവേണ്ടി അവർ നന്നായി കരുക്കൾ നീക്കി. അതിലവർ വിജയിക്കുകയും ചെയ്തു. വെടിനിർത്തൽ എന്നത് യാഥാർത്ഥ്യമാക്കി മാറ്റി എന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നെഞ്ചും പിരിച്ചു നിന്നു ട്രംപ്. പക്ഷെ അയാളുടെ ഉള്ളിലിരിപ്പ് പിന്നീട് വ്യക്തമായി. അയാളുടെ ഉള്ളിലിരിപ്പ് ഗസയെ സുഖവാസ കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. ഗസയിലെ പലസ്തീനികളെ കുടിയൊഴിപ്പിച്ച് ഹമാസിനെ ഉന്മൂലനം ചെയ്ത് ഗസയെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു സുഖവാസ കേന്ദ്രമാക്കി മാറ്റാനായിരുന്നു ട്രംപ് ശ്രമിച്ചത്. അതിപ്പോൾ ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഹമാസ് ഒരു അണുകിട പോലും വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തങ്ങളുടെ മണ്ണിലേക്ക് വരുന്ന ശത്രുക്കൾ ആരായാലും അവരെ അരിഞ്ഞു വീഴ്ത്താൻ തങ്ങൾക്ക് കരുത്തുണ്ടെന്ന് അവരും പറഞ്ഞു കഴിഞ്ഞു. വെടിനിർത്തൽ എന്ന
ഒരു പ്രലോഭനം കാട്ടി തങ്ങളെ തകർക്കാനാണ് അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചതെന്ന് ഹമാസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരും വളരെ ജാഗരൂകരായിരുന്നു എന്ന് വേണം പറയാൻ. വലിയ ഒരു പടയൊരുക്കം തന്നെയാണ് അവരും നടത്തുന്നത്. കരയുദ്ധത്തിൽ ഹമാസിനെ തോൽപ്പിക്കാൻ അമേരിക്കൻ സൈന്യത്തിനും പാടാണ്, ഇസ്രായേലിനും പാടാണ്. കരയുദ്ധത്തിൽ ഹമാസ് വളരെ ശക്തരാണ്. തുരങ്കങ്ങളിൽ നിന്ന് ചാവേർ ആക്രമണം നടത്തി തിരിച്ചു പോകാനുള്ള അവരുടെ കഴിവ് കഴിഞ്ഞ കുറെ കാലമായി ലോകം കണ്ടു. അവർ ഇസ്രായേൽ കരസൈന്യത്തെ വെള്ളം കുടിപ്പിച്ചു കളഞ്ഞു. അതാണ് നടന്നിരിക്കുന്നത്. എന്തായാലും യുദ്ധം അനിവാര്യമായി വീണ്ടും മാറിയിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിവസങ്ങളാണ്. ബന്ദികളെ പൂർണ്ണമായും കൈമാറാൻ തങ്ങൾക്ക് പറ്റില്ല എന്ന് ഹമാസ് പറഞ്ഞു. ബന്ദികളെ പൂർണ്ണമായും കൈമാറണമെങ്കിൽ അവർ പറയുന്നത് അവരുടെ ആവശ്യം അംഗീകരിക്കണം എന്നുള്ളതാണ്. ബന്ദികളെ പൂർണ്ണമായും കൈമാറണമെങ്കിൽ വെടിനിർത്തൽ എന്ന ആശയം പൂർണ്ണമായും അംഗീകരിക്കാൻ ഇസ്രായേലും അമേരിക്കയും തയ്യാറാകണം. വെടിനിർത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നെതന്യാഹുവിന് കഴിയില്ല. കാരണം അങ്ങനെ ഒരു വെടിനിർത്തിക്കഴിഞ്ഞാൽ നെതന്യാഹുവിന്റെ പണി പാടും. 8ന്റെ പണി നെതന്യാഹുവിന് കിട്ടും ഇസ്രായേൽ. കാരണം അയാൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഒക്കെ പൊടിതട്ടി എടുക്കും. വെടിനിർത്താൻ അയാൾ തീരുമാനിച്ചപ്പോൾ തന്നെ ഇസ്രായേൽ മന്ത്രിസഭയിൽ നിന്ന് 2 മന്ത്രിമാർ രാജിവെച്ച് പോയത് ശ്രദ്ധേയമാണ്. വലതുപക്ഷ തീവ്രവാദ ശക്തികൾ ഒരിക്കലും വെടിനിർത്താൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വെടിനിർത്തൽ എന്നത് സങ്കല്പിക്കാൻ പോലും ആകില്ല. ഹമാസിനോട് ഇസ്രായേൽ തോറ്റു എന്ന യാഥാർത്ഥ്യം സങ്കല്പിക്കാൻ അവർക്ക് ആകില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തുടർന്നേ പറ്റൂ. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഗസയിൽ അയാൾക്ക് കുറെ ലക്ഷ്യങ്ങളുണ്ട്. ഗസയെ ഒരു വലിയൊരു വിനോദ സഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനാണ് അയാൾ ആലോചിക്കുന്നത്. എത്ര ക്രൂരനാണെന്ന് നോക്കണേ. ഒരു പ്രദേശം, കുറെ ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്ത് നിന്ന് ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് അവിടെ വിനോദസഞ്ചാര മേഖലയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരി ലോകത്ത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ജോ ബൈഡനൊന്നും ഇത്രയൊക്കെ ക്രൂരമായി ചിന്തിക്കുന്ന വ്യക്തിയല്ലായിരുന്നു. പക്ഷേ ട്രംപ് അതിക്രൂരമായി ചിന്തിക്കുന്നു. പിറന്ന മണ്ണിൽ നിന്നും ജനങ്ങളെ അടിച്ചോടിച്ച് അവിടെ പുതിയ ഒരു വ്യവസായ മേഖല, വിനോദസഞ്ചാര മേഖല കൊണ്ടുവരിക. അതാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ട്രംപ് ആയുധമാക്കുന്നത് ശിഖണ്ഡിയായ നെതന്യാഹുവിനെയാണ്. എന്തായാലും ട്രംപിന്റെ ആഗ്രഹം അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തം. ഹമാസ് പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. മറുഭാഗത്ത് ഹമാസുമായി ഇസ്രായേൽ യുദ്ധം തുടങ്ങിയാൽ ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസിന് വേണ്ടി ഇസ്രായേലിനെയും അമേരിക്കയെയും ആക്രമിക്കും. അത് അവരും വ്യക്തമായി പറഞ്ഞു.